കേരളം UDF തൂക്കി. പരാജയം പ്രതീക്ഷിക്കാതിരുന്ന ഇടതുപക്ഷം ദയനീയമായി പരാജയപ്പെട്ടു. ഇപ്പോൾ നാനാഭാഗത്തുനിന്നും പാർട്ടി നേതൃത്വത്തിനെതിരെ നേതാക്കളും അനുഭാവികളും രോഷം പ്രകടിപ്പിക്കുകയാണ്. എല്ലാ നിയന്ത്രണവും വിട്ട് സാമൂഹിക മാധ്യമങ്ങൾ വിളിച്ചു പറയാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും പറയാത്ത തെറിവാക്ക് കെട്ടിക്കിടന്നെ നാവ് കൈക്കുന്നു എന്ന KGSന്റെ വരികൾ ഓർമ്മയിൽ വരും. സ്ഥിരം വിമർശകർക്ക് പുറമെ ഇന്നലെ വരെ ജൈവിളിച്ച് നടന്നവർ വീട്ടിൽ പോയി ഇരിക്കാൻ പറയുകയാണിപ്പോൾ. കനത്ത തോൽവിക്ക് പുറമെ വിമത നേതാക്കളുടെ കുട്ടവിജയം കൂടിയായതോടെ CPMന്റെ അകവും പുറവും പുകയുകയാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ രാജിക്കായി സൈബർ ഇടത്തിൽ മുറവിളി ഉയരുന്നു. പാർട്ടിയുടെ സൈബർ പോരാളികൾ ആരും ഇതിനെ പ്രതിരോധിക്കാൻ എത്തുന്നില്ലെന്നത് ശ്രദ്ധേയം. ഒറ്റമുഖവും ഒരു വാക്കുമായി സർക്കാരിനെയും പാർട്ടിയെയും നിയന്ത്രിച്ചിരുന്ന പിണറായി വിജയനെയും വെറുതെ വിടുന്നില്ല. തളിപ്പറമ്പിൽ തൻ്റെ പിൻഗാമിയായി ഭാര്യയെ MLA ആക്കാൻ MV ഗോവിന്ദൻ ശ്രമിച്ചതും വിമർശനത്തിന് മൂർച്ച കൂട്ടുന്നു. കണ്ണൂരിൽ പലയിടത്തും ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് പോസ്റ്ററും ബോർഡും ഉയർന്നു. ഒതുക്കി മാറ്റിയ P ജയരാജനെ തിരിച്ചു വിളിക്കണമെന്ന ആവശ്യവും ഇതിനോടൊപ്പം ഉണ്ടെന്നതും ശ്രദ്ധേയമാണ്. ഇതിനിടെ CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞതിങ്ങനെ: എവിടെയൊക്കെ ചിലർ പാർട്ടിയുടെ ഉടമസ്ഥർ ആവാൻ ശ്രമിച്ചോ അവിടെയൊക്കെയാണ് തിരിച്ചടി നേരിട്ടതെന്ന് കൃഷ്ണദാസ്. സംഘടനയിൽ പ്രവർത്തകർക്ക് ശബ്ദിക്കാൻ അവസരം ലഭിച്ചില്ലെങ്കിൽ അവർ തിരഞ്ഞെടുപ്പിലൂടെ അത് കാണിക്കും. അതാണ് ഇപ്പോൾ കണ്ടതെന്നും കൃഷ്ണദാസ്. പരിഭവങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ളവരെയും ഒപ്പം നിർത്തിയതുകൊണ്ടാണ് UDF തരംഗത്തിനിടയിലും പാലക്കാട് പാർട്ടിക്ക് പിടിച്ചു നിൽക്കാനായതെന്നും കൃഷ്ണദാസ്. കണ്ണൂരിലെ തോൽവിയാണ് CPM നേതൃത്വത്തെ കുഴക്കുന്നത്. ഇതിനു കാരണക്കാരൻ എന്ന നിലയിലാണ് MV ഗോവിന്ദന് നേരെയുള്ള പ്രതിഷേധം. പാർട്ടി വിമതനായിട്ടും കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടിരിക്കുകയാണ് തളിപ്പറമ്പിൽ നിന്ന് ജയിച്ച TK ഗോവിന്ദൻ. കോടിയേരിയുടെ ഭാര്യ TK ഗോവിന്ദനെ കുറിച്ച് പറഞ്ഞതും നല്ല വാക്കുകളാണ്. മറുവാക്കില്ലാത്ത നേതാവായിരുന്ന പിണറായി നിശിതമായി വിമർശിക്കപ്പെട്ടു തുടങ്ങി. പാർട്ടി തോൽവിയുടെ കാരണം തേടുന്നതിനു മുമ്പേ കാരണക്കാരെ അണികൾ കണ്ടെത്തി കഴിഞ്ഞു. തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായി വിജയനാണെന്ന് മുൻ MP കൂടിയായ ഇടതു സഹയാത്രികൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിന്റെ തുറന്നു പറച്ചിൽ. അഭിപ്രായങ്ങളും വിമർശനങ്ങളും പാർട്ടി അനുഭാവികൾ പാർട്ടി നേതൃത്വത്തിന് നൽകുകയാണ് വേണ്ടതെന്ന് P ജയരാജൻ. അത്തരം കത്തുകൾ ഗൗരവമായി പരിഗണിക്കുന്ന പാർട്ടിയാണ് CPM എന്നും ജയരാജൻ. ഇവിടെ വിമർശനത്തിന് വാതിൽ തുറന്നിടുകയാണ് ജയരാജൻ. ഇനി ജനങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ തിരുത്തൽ വേണമെന്ന് തോമസ് ഐസക്. പരമ്പരാഗത പാർട്ടി കുടുംബങ്ങൾ പാർട്ടിക്കെതിരെ കൂട്ടത്തോടെ തിരിഞ്ഞിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് തെറ്റു തിരുത്തുമോ എന്നാണ്. കാത്തിരുന്ന് കാണാം.